ഏറ്റവും കൂടുതൽ എല്ലാ ജില്ലകളിലും ഏറ്റവും കൂടുതൽ കേസുകൾ കുടുംബ കോടതികളിലാണ്. അതിന്റെ കാരണം കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു കാരണവുമില്ല. കാരണം നമ്മളടുത്ത് ഇപ്പോൾ 2023 കേസൊക്കെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിലേ അങ്ങനെ വരുന്നില്ല. കേസുകളുടെ എണ്ണം ഡൈവേഴ്സൊക്കെ ഞങ്ങൾക്ക് ശരിക്കൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിക്കാം. കുടുംബങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു പെട്ടെന്ന് തന്നെ ആളുകൾ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത് കൂടുതലായിട്ട് കാണുകയാണ്. ഞാൻ കുടുംബത്തോട് ചർച്ച ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇത് ചില ദിവസങ്ങളിൽ 10ഉം 12ഉം ഡൈവേഴ്സൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിൽക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇൻകോമ്പാറ്റബിലിറ്റി ആളുകൾക്ക് പൊതുവേ ഉള്ളതുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പഴയ ഒരു തത്വസംഹിതയാണ്. അത് പുതിയ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തതാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് വരുന്നുണ്ട്. ഒരു കാരണം അതാണ്. പിന്നെ ഇൻഡിപെൻഡൻസ് പണ്ട് ഡിവോഴ്സിന് അധികം സ്ത്രീകൾ വരാതിരിക്കാനുള്ള കാരണം അവർക്ക് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതിൻ്റെ ഒക്കെ കാരണങ്ങളുണ്ടാവും. പോയാൽ പിന്നെ ഇങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം. ഇപ്പം ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബോൾഡായിട്ട് എടുക്കാൻ പറ്റും. ആരെയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റും. ഇത് സൊസൈറ്റിയിൽ എങ്ങനെ ബാഡ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തകരുന്നു. പല ആളുകളും കല്യാണം വേണ്ടാന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആവശ്യമില്ല എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടി വരും. കുടുംബ കോടതിയിലുള്ള കേസുകളുടെ ഈ പെൻഡൻസി പിടിച്ചു നിർത്താൻ നമുക്ക് ഒരു പരിധിവരെ സഹായിക്കുന്നത് മീഡിയേഷൻ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും കുറേ സമയം ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ആക്ടിൽ തന്നെ പറയുന്നത് ജഡ്ജ് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നവരെല്ലാം കേൾക്കാറുള്ളതാണ്. നിരന്തരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ സമയപരിധികളുടെ പുറത്തേക്ക് അത്രയും കേസുകളുണ്ട്. അപ്പോൾ അതെനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് മീഡിയേറ്റേഴ്സിനെ ഏൽപ്പിക്കാം, കുറച്ച് കൗൺസിലേഴ്സിനെ ഏൽപ്പിക്കാം. അപ്പോൾ അവർ രണ്ടുകൂട്ടരും കാര്യമായി ഇരുന്ന് എല്ലാ ആംഗിളിലും ചർച്ച ചെയ്തിട്ട് ആളുകളുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഉള്ളിലുള്ളതൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ഒരു പാക്കേജ് ഉണ്ടാക്കി തരും. അപ്പോൾ പിന്നെ നമ്മൾ കോടതിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളിതൊക്കെ സമ്മതിച്ചതാണോ, അപ്രൂവ്ഡ് ആണോ, ഇതിലെന്തെങ്കിലും വിരോധമുണ്ടോ ഇങ്ങനെ ഓർഡർ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരു 99% ആൾക്കും വിരോധമൊന്നും അല്ലെ 1% ആൾക്കാർ എന്തെങ്കിലും പറയും അത് ആ കാര്യം അത്ര തൃപ്തിയായിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അയക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും മീഡിയേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ഫാമിലി ഡിസ്പ്യൂട്ട്സിന്റെ കാര്യം. ഒന്നിച്ച കേസുകൾ ഒരു കുറച്ച് റെയറാണത്, പക്ഷെ ധാരാളം ഉണ്ടാവുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്ന് മാത്രം. ഒന്നിച്ചു വരുന്ന കേസുകൾ നമ്മൾ കോടതിയിൽ നിന്ന് തന്നെ അവർക്ക് നല്ലൊരു എപ്രീസിയേഷൻ കൊടുക്കാറുണ്ട്. അവർക്കൊരു മനസ്സിലൊരു സന്തോഷം. അവർ ഇത്രയും തെറ്റിപ്പിരിഞ്ഞ് ഒന്നിച്ചു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ അവരെ ഒന്ന് അഭിനന്ദിക്കണ്ടേ എന്നുള്ള ഒരു കോടതി എന്ന് പറയും. നിങ്ങൾ നല്ല തീരുമാനമാണ് എടുത്തത്, വളരെ മാതൃകാപരമാണ്. ഇനി നിങ്ങൾ ഈ അസ്വാരസ്യങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വിട്ടുവീഴ്ചകളും പരസ്പര സ്നേഹവും ബഹുമാനമല്ല അങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്കൊരു റിവാർഡും കൂടിയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അവരാലോചിക്കും കോടതി എല്ലാം ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മളെ ആരും ഈ കാരണം കൊണ്ട് കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ആവും. നമ്മൾ മൊത്തത്തിൽ ഫാമിലി കോടതിയിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചാ കോടതിയാണ്. എങ്ങനെ ചെയ്തുകൂടെ ഓപ്ഷൻസ് ചോദിക്കും. കുട്ടികളുടെ കസ്റ്റഡിയൊക്കെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി ഒരുപാട് മാർഗങ്ങൾ ചോക്ക് ഔട്ട് ചെയ്ത് വരുന്നത്. കുട്ടികളുടെ ഇൻട്രസ്റ്റും കൂടി മനസ്സിലാക്കാനുള്ള സംവിധാനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓൺ ദ വേ ആണ്. കാരണം ഇപ്പോഴാണ് ഇതൊക്കെ ന്യൂ ജനറേഷൻ ട്രെൻഡ് വരുന്നത് അടുത്ത കാലം തൊട്ടിട്ടാണ്. ഇപ്പോൾ നമുക്ക് എന്താ കുടുംബം തെറ്റിപ്പിരിഞ്ഞു, ഭാര്യ ഭർത്താവ് അവരുടെ ഡൈവോഴ്സ് ആയി, കുട്ടികൾ ഏതെങ്കിലും ഒരാളെ കൂടെ നിൽക്കട്ടെ, മറ്റേയാളെ പിടിച്ചു വലിക്കുകയോ കൊണ്ടുപോകുക അങ്ങനെ ചെയ്യും. ഇപ്പോൾ അതല്ല, കുട്ടികളുടെ മനസ്സ് എന്താണെന്നൊക്കെ ഇന്റർനാഷണൽ ലോസും കൺവെൻഷൻസിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വലിയ പാക്കേജാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ ഇടപെടണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം, ഫാമിലി കോടതിയിൽ പ്രത്യേകിച്ച്, പിന്നെ പോക്സോ കോടതി അവരുടെയൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഇരുത്തി കൊടുക്കുമ്പോഴത്തേക്ക് ഒരാളുടെ സ്വഭാവം മാറുന്ന പോലെ കോടതിന്റെ സ്വഭാവം മാറും അങ്ങനെ തോന്നണ്ട. ഇത് മാറും എന്തായാലും. എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ അത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ സെൻസിറ്റൈസേഷൻ ആ ലെവല് മാറി വരുന്നുണ്ട്. ഒരു പക്കാ ജഡ്ജായിട്ട് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു എന്താണ് മുട്ടാപ്പോക്ക് നയുള്ള ഒരു ജഡ്ജായിട്ടല്ല ജഡ്ജസ് ഉള്ളത്. കാരണം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നമുക്ക് കിട്ടുന്ന ഇൻപുട്സും എല്ലാം നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ജനറേഷൻ ജഡ്ജസ് എന്തായാലും കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഈ സംവിധാനങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതാണ്. ഇപ്പൊ ചൈൽഡ് ഫ്രണ്ട്ലി റൂം വരുന്നു. അവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കോടതിന്റെ ഒരു ഫീലും ഉണ്ടാവാൻ പാടില്ല. കളിക്കുന്ന കളിക്കോപ്പുകൾ, ഉപകരണങ്ങൾ, ചിത്രം വരയ്ക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അവിടെ ഒരു കുറച്ച് നേരം പാർക്കിൽ വന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അത്രയും ഉണ്ടാവാൻ പാടും. അതൊക്കെയാണ് നമ്മുടെ ഈ
ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതിപ്പോ